ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ സാധ്യമാകുന്നത്രയും സൂക്ഷ്മതയോടുകൂടി, തഖ്വയോടുകൂടി, വിചാരശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള സന്നദ്ധത നാം ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികളെല്ലാവരും കഅബയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലത്ത് നിൽക്കുവാനും ഹാജർ റളിയല്ലാഹു തആല അൻഹ നടന്ന സ്ഥലത്തിലൂടെ നടക്കുവാനും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്ന സ്ഥലത്ത് ഇരിക്കുവാനുമൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇസ്ലാമിൻ്റെ ഒരനുഷ്ഠാനം തന്നെ, ഒരു ഇബാദത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഓർക്കുവാനും അത് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിൻ്റെ തലങ്ങളുമായിട്ട് ഒരു ഇബാദത്തിനെ ബന്ധിപ്പിച്ചതിൻ്റെ കാരണം, ഒരു കുടുംബത്തിനുണ്ടാകേണ്ട ഭദ്രതയും കെട്ടുറപ്പും എപ്രകാരമായിരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം, അതിനുള്ള ഭാഷയും സമീപനവും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത് എന്നും വിശ്വാസികൾക്ക് നൽകുന്ന പാഠങ്ങളാണ്. അതിലുപരിയായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ആദർശം, ഈ ആദർശത്തിൻ്റെ പ്രചരണവും പ്രബോധനവും അത് കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ട അതിൻ്റെ നാഥനും ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും എല്ലാവരും ഏറ്റെടുക്കേണ്ട ബാധ്യതയെ സംബന്ധിച്ചും ഈ കുടുംബത്തിൻ്റെ ചില പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ മനസ്സ് എപ്പോഴും കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകണം. മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം ഈ പ്രാർത്ഥനാ മനസ്സുകൂടി സൃഷ്ടിച്ചെടുക്കലാണ് എന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവും അതനുബന്ധിച്ച് നടക്കുന്ന ഹജ്ജുമൊക്കെ നമുക്ക് നൽകുന്ന സാമൂഹികമായിട്ടുള്ള പാഠങ്ങളാണ് എന്ന് സാന്ദർഭികമായിട്ട് നാം ഓർക്കേണ്ടതുണ്ട്. ഈ ഭദ്രതയും ആശയവിനിമയവും അതുപോലെ തന്നെ ആദർശത്തിൻ്റെ പ്രബോധനവും പ്രാർത്ഥനാ മനസ്സുമൊക്കെ ഉണ്ടാകണമെങ്കിൽ വിശ്വാസികളിൽ വിശിഷ്ടമായ ചില ഗുണങ്ങൾ
ഉണ്ടാകേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഇബ്രാഹീമ ല അവ്വാഹുൻ ഹലീം. മറ്റൊരു സ്ഥലത്ത് കാന ഇബ്രാഹിം അവ്വാഹ് മുനീബ് എന്ന പദപ്രയോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കനിവും അലിവുമുള്ള ഒരു മനസ്സ്, കാരുണ്യമൊഴുകുന്ന നനവുള്ള ഒരു ഹൃദയം, അതുപോലെ തന്നെ ഗുണകാംക്ഷയുള്ള മനസ്സ്, ഇതെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ ഭദ്രതയും കെട്ടുറപ്പും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും താൻ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിൻ്റെ പ്രബോധനവും പ്രചരണവും ഒക്കെ നടക്കാൻ കാരണമായി തീർന്നത് എന്നും വിശുദ്ധ ഖുർആനിൻ്റെ വായനക്കാരായ നമ്മുടെ മനസ്സിൽ നാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. ഈ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ സ്വീകരിക്കേണ്ട പാഠം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുടുംബനാഥന്മാർ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്ന രൂപത്തിൽ ഈ കാരുണ്യത്തിൻ്റെ മനസ്സ് തന്നെയാണ്. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധനസ്ഥരായിട്ടുള്ള ആളുകൾ, ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ധനസ്ഥരായിട്ടുള്ള തടവുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിട്ടുള്ള സഹാബികളോട് ചോദിച്ചു, മാദാ തഖൂലൂൻ ഫീ ഹൗലാഇൽ അസ്റ, ഈ തടവുകാരെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവരെ സംബന്ധിച്ച് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്? ഇവരോട് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത്? ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹൗലാഇ ഖൗമുക വ അഹ്ലുക്, ഈ ബന്ധനസ്ഥരായിട്ട് കൊണ്ടുവന്ന ആളുകളൊക്കെയും പ്രവാചകരെ നിങ്ങളുടെ ജനങ്ങളാണ്, പലരും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇസ്തഇനി ബിഹിം, ഇവരോട് കാരുണ്യം കാണിക്കുക, ഇവരോട് വളരെ നല്ല സമീപനം സ്വീകരിക്കുക. ലഅല്ലല്ലാഹ യതൂബു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, ഈ ജനങ്ങൾക്ക് പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചേക്കാം. ഇത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, എൻ്റെ അഭിപ്രായം അഖ്റജൂക വ കദ്ദബൂക, ഈ ജനങ്ങൾ നമ്മോട് ചെയ്തിട്ടുള്ള, താങ്കളോട് ചെയ്തിട്ടുള്ള അനീതിയും അക്രമവും അതിൻ്റെ അളവ് വളരെ വലുതാണ്. നമ്മളവിടുന്ന് പുറത്താക്കിയവരാണ്, പ്രവാചകൻ്റെ സന്ദേശം കളവാക്കിയവരാണ്. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുവാനുള്ള പരമാവധി ശിക്ഷ ഫളിരിബ് അഅനാഖഹും, എൻ്റെ അഭിപ്രായത്തിൽ അതാണ്, ഇവരെ വെച്ചേക്കരുത്. ഈ അഭിപ്രായം അല്ലാഹുവിൻ്റെ റസൂല് കേൾക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് മറ്റൊന്നാണ്. അതിനേക്കാൾ കടുത്ത, ഉൻളുർ വാദിയൻ കസീറൽ ഹതബ് ഫഅദ്ഖിൽഹും, പ്രവാചകരെ കുറച്ചകലെ ആ തെരുവിൽ കൊണ്ടുപോയിട്ട് കുറേ വിറകുകൾ ശേഖരിച്ച് അതിന് തീ കൊടുത്ത് അതിലേക്ക് തള്ളുക. ഇവരൊരിക്കലും വെറുതെ വിടരുത്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ
നിങ്ങളുടെ ബന്ധങ്ങളെയും നിങ്ങളുടെ രക്തബന്ധങ്ങളെയും കുടുംബത്തെയും ഒക്കെ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുകയാണല്ലോ ചെയ്യുന്നത് എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. എല്ലാം കേട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന മസലക യാ അബൂബക്കർ കമസലി ഇബ്രാഹിം. അബൂബക്കർ സിദ്ദീഖ്, നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. നിങ്ങളെപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എപ്പോഴും തൻ്റെ കുടുംബത്തോടും തൻ്റെ ജനങ്ങളോടും ഭരണകൂടത്തോടുമൊക്കെ വളരെ നല്ല സമീപനവും കാരുണ്യവും ഗുണകാംക്ഷയും വെച്ച് പുലർത്തിയിരുന്ന ഒരു പ്രവാചകനാണ്. ആ സ്വഭാവം നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് താങ്കൾ പറഞ്ഞ അഭിപ്രായത്തോടാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്. അതുകൊണ്ട് ഇവരെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. വളരെ നല്ല രൂപത്തിൽ അവരെ മോചിതരാക്കണം. അതിനുള്ള വഴികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ സ്വഹാബികളെ ബോധ്യപ്പെടുത്തി. ഞാൻ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സ്വഭാവത്തെ നിങ്ങൾ പിൻപറ്റണമെന്ന ഒരു സന്ദേശമാണ് ഈ ചരിത്രശകലത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരുണ്യ മനസ്സ്, അതാണ് ഒന്നാമത്തെ പാഠമായിട്ട് ഈ ഹജ്ജിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിൻ്റെ സന്ദേശമായിട്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് നാം പകർത്തേണ്ട സന്ദേശമായിട്ട് സ്വീകരിക്കേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അത് തന്നെയായിരുന്നു, റഹ്മത്തായിരുന്നല്ലോ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ കൊണ്ടാണ് പ്രവാചകരെ നിങ്ങൾ അവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. വലൗ കുൻത ഫല്ലൻ വലീദൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. പ്രവാചകരെ, താങ്കൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ താങ്കളുടെ സമീപത്ത് നിന്ന് പോകുമായിരുന്നു, അകന്നു പോകുമായിരുന്നല്ലോ. അതുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിൻ്റെ ജനതയുടെ, സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒക്കെ റഹ്മത്തായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അള്ളാഹു അയച്ചിട്ടുള്ളത്. ഈ സ്വഭാവം, ഈ റഹ്മത്തിൻ്റെ ഭാഗം, ഈ കാരുണ്യബോധം, ആ മനസ്സ് സൃഷ്ടിച്ചെടുക്കലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്നാമതായി സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ പിതാവുമായിട്ടുള്ള സംഭാഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പിതാവുമായിട്ട് സംഭാഷണം നടത്തുമ്പോഴൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വീകരിച്ച ഭാഷയും ശൈലിയും ആദരവും അതുപോലെ തന്നെ ആദർശം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ ആ ഒരു സംഭാഷണത്തിൻ്റെ സ്റ്റൈല് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമാ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ മനസ്സിലുള്ള മോഹം എന്ന് പറയുന്നത് താൻ പ്രതിനിധാനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും, നമ്മുടെ ഭാഷയിൽ തൗഹീദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും, അതിൽ നിന്നുണ്ടാകുന്ന സംസ്കാരവും വർണ്ണവും, സിബഗത്തുള്ള, ഖുർആൻ മറ്റൊരു ഭാഷയിൽ അതിനെ വർണ്ണിച്ചത് അങ്ങനെയാണ്, സിബഗത്തുള്ള, അള്ളാഹുവിൻ്റെ വർണ്ണം. ജനങ്ങൾക്ക് പല ടേസ്റ്റുകളും പല വർണ്ണങ്ങളും പല അഭിരുചികളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പെരുമാറുന്ന ഒരു മനസ്സ്, ഒരു വർണ്ണം, അത് അള്ളാഹുവിൻ്റെ വർണ്ണമാണ്. എല്ലാവരെയും ഒന്നായി കാണാനുള്ള ഒരു താല്പര്യം, ഈ വർണ്ണം സ്വീകരിക്കലാണ്, ഇത് പ്രബോധനം ചെയ്യലാണ്
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അജണ്ട. അതുകൊണ്ടാണ് പിതാവിനോട് വളരെ സൗമ്യമായിട്ട് വളരെ നല്ല ഭാഷയിൽ പറഞ്ഞത്, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് ഈ കാണാത്ത, കേൾക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ചില പ്രതിഷ്ഠകൾ അതിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ആരാധിക്കുന്നത് എന്തിനാണ്? എന്താണ് പ്രയോജനം? വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ പിതാവിനോട് സൂചിപ്പിച്ചു. യാ അബത്തി ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ, എൻ്റെ പൊന്നു പിതാവേ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഉപ്പച്ചി, യാ അബത്തി എന്നുള്ളതിൻ്റെ പ്രയോഗം അതാണ്. ഫത്തബിഅനി, എന്നെ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് സൃഷ്ടിക്കുക. അഹ്ദിക, ഞാൻ താങ്കളെ നയിക്കാം. സിറാത്തൻ സവിയ്യ, ഏറ്റവും നല്ല ഒരു മാർഗത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കാം, ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. അതുകൊണ്ട് എന്നെ ഒരു മകനെന്ന നിലയിൽ എന്നെ നിങ്ങൾ സ്വീകരിക്കണം. യാ അബത്തി ലാ തഅബുദി ശൈത്താൻ, സംഭാഷണങ്ങൾ ഇങ്ങനെ നീളുകയാണ്. നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികൾക്ക് കീഴ്പ്പെടരുത്, അതിനെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവുമാണ് നാം മനസ്സിലാക്കേണ്ടത്. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുകയാണ് പിതാവേ, ഞാൻ ഭയപ്പെടുന്നു. അൻ യതമസ്സക അദാബും മിനർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് വല്ല ശിക്ഷയും വന്ന് ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവ്, ഞാൻ പറയുന്നത് കേൾക്ക്, അതിനുള്ളൊരു മനസ്സ് കാണിക്ക്. ഇങ്ങനെ വളരെ സൗമ്യമായ ഭാഷയിലുള്ള സംസാരം പിതാവുമായിട്ട് നടത്തുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയായിട്ട് പിതാവ് പറയുന്നത്, അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് പ്രതിഷ്ഠിച്ച് വരുന്ന ഈ പ്രതിഷ്ഠകൾ മുഴുവൻ വെടിഞ്ഞ് നീ പറയുന്നത് കേൾക്കുക എനിക്ക് സാധ്യമല്ല. മറ്റ് തുടർന്നു കൊണ്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനും ബഹിഷ്കരണവുമൊക്കെ ഈ പിതാവും കുടുംബവും പ്രഖ്യാപിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ, നമ്മുടെ സഹോദരി സഹോദരന്മാരെന്ന നിലയിലൊക്കെ അവരുടെ ഇസ്ലാമിൻ്റെ തനതായ ശൈലിയും ആദർശവും അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു വർണ്ണത്തെ സംബന്ധിച്ച്, അത്തരത്തിലുള്ള ചില രുചികളെ സംബന്ധിച്ച്, ചില ടേസ്റ്റുകളെ സംബന്ധിച്ചൊക്കെ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയുമായിട്ട് നടത്തിയ സംഭാഷണം, അതും വിശുദ്ധ ഖുർആനിൽ നമ്മൾ ധാരാളം വായിച്ചവരാണ്. അതിലും വളരെ നാടകീയമായിട്ടൊരു മോണാക്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ്, വളരെ പ്രത്യേകമായ ഒരു ശൈലിയിൽ തൻ്റെ ജനതയുമായിട്ട് ഈ ആശയം, താൻ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഏകത്വവും മഹത്വവും അള്ളാഹുവിൻ്റെ വർണ്ണത്തെ സംബന്ധിച്ച് സംസാരിക്കണമല്ലോ. അതാണ് മെയിൻ അജണ്ട. ഈ ആശയപ്രചരണം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, മാതാവും പിതാവും മക്കളും സഹോദരന്മാരും സഹോദരികളും ഒക്കെ നമ്മൾ കുടുംബമാണ്, ഇസ്ലാമിക കുടുംബമാണ് എന്ന് അഭിമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം, ഇത് നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നമ്മൾ കൈമാറേണ്ടതുണ്ട്. വളരെ നല്ല സൗമ്യമായ ഭാഷയിൽ തന്നെ അതിനുള്ള വേദികൾ ഒരുക്കേണ്ടതുണ്ട് എന്ന പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. തൻ്റെ ജനതയോട് സംസാരിച്ചപ്പോൾ ശൈലിയൊന്നും മാറ്റിയിട്ടാണ് സംസാരിച്ചത്. ഒരു മോണോ ആക്ട്, ഒരു ഏകാഭിനയത്തിലൂടെ ആ ജനതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രാത്രി സമയമായപ്പോൾ നക്ഷത്രം മാനത്ത് ഉദിച്ചു. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇത് എൻ്റെ റബ്ബാണ്, ഈ തിളങ്ങുന്ന നക്ഷത്രം എൻ്റെ റബ്ബാണ്. അങ്ങനെ കഴിഞ്ഞ് ഫലമ്മ അഫല കാലല ഒഹിബുല്ല ഫിലീൻ, പിന്നെ കുറച്ച് അകലേക്ക് മാറി നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ അസ്തമിക്കുന്ന കുറച്ച് കഴിഞ്ഞത് നക്ഷത്രത്തിൻ്റെ തിളക്കം കഴിഞ്ഞപ്പോൾ ഈ തിളക്കമില്ലാത്ത, അസ്തമിക്കുന്ന, മറയുന്ന ഈ നക്ഷത്രം എൻ്റെ നാഥനാകാൻ യോഗ്യതയില്ലാത്തവനാണ്.
ഞാൻ വിശ്വസിക്കുന്ന നാഥൻ എപ്പോഴും നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കും, അതിന് അസ്തമയമില്ല. തുടർന്നുകൊണ്ട് ഫലമ്മ റഅൽ ഖമറ, ചന്ദ്രൻ ഉദയം കൊണ്ടപ്പോൾ, ആ ചന്ദ്രിക മാനത്ത് തിളങ്ങിയപ്പോൾ, പ്രകടമായപ്പോഴും ഇത് തന്നെ പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്, ഇത് എന്നെ നയിക്കും എന്ന് ആ ജനതയുടെ മുമ്പിൽ ഒരു മോണാക്റ്റിലൂടെ അവതരിപ്പിക്കുകയാണ്. ഫലമ്മ റഅൽ ഖമറ ബാസിയാൻ, കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ്റെയും ആ അസ്തമയമായി, അത് തിളക്കം നിന്നു. ഇങ്ങനെ വന്നപ്പോഴും ഇങ്ങനെയുള്ള നാഥനെ ഞാൻ, ഈ ഖമർ ഒരിക്കലും എൻ്റെ റബ്ബായിക്കൂടാ, അതിൻ്റെ പ്രകാശം കെട്ടു, അത് അസ്തമിച്ചു പോയല്ലോ, ഇതൊന്നും റബ്ബായി സ്വീകരിക്കുക സാധ്യമല്ല. ഫലമ്മ റഅ ശംസ ബാസിയാതൻ, അങ്ങനെ സൂര്യൻ ഉദിക്കുകയാണ്. പിന്നീട് സൂര്യൻ ഉദിച്ചപ്പോൾ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഈ സൂര്യനക്ഷത്രമാണ് ഏറ്റവും വലുത്, ഏറ്റവും പ്രകാശമുള്ളത്, ഇതായിരിക്കട്ടെ എൻ്റെ റബ്ബ്. ഫലമ്മ അഫലത്ത്, ആ സൂര്യൻ്റെ അസ്തമയം നടന്നപ്പോൾ ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ജനങ്ങളെ, നിങ്ങൾ വിചാരിക്കും പോലെ ഇതൊന്നുമല്ല, നിങ്ങൾ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രമുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ, സൂര്യനുണ്ടല്ലോ, മറ്റ് പ്രതിഷ്ഠകളുണ്ടല്ലോ, അതല്ലാത്തതുണ്ടല്ലോ, ഇതൊന്നുമല്ല ഒരു റബ്ബാകാനുള്ള യോഗ്യതയുള്ളത്. ഇതെല്ലാം നിർജീവമായ അചേതനമായ വസ്തുക്കൾ മാത്രമാണ്, ഇതിനൊന്നും ഒരു റബ്ബാകാനുള്ള യോഗ്യതയില്ല. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നിട്ടും നിങ്ങൾക്കിത് സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഞാൻ നിങ്ങളിൽ നിന്ന് മോചിതനാകാൻ പോകുകയാണ്. ഇനി നിങ്ങളുമായിട്ടുള്ള സംവാദം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്നുകൊണ്ട് പറഞ്ഞത്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ എൻ്റെ മുഖം, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ഇതാ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു, വളരെ നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നും കൂടി ഉത്ബോധനം നടത്തി പോകുന്ന ഒരു ചരിത്രവും വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനതകളോട്, നമ്മുടെ സമൂഹത്തോട് മുസ്ലിം എന്ന രൂപത്തിൽ, ഒരു വിശ്വാസി എന്ന രൂപത്തിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെ സംബന്ധിച്ച്, നമ്മുടെ അള്ളാഹുവിൻ്റെ ഒരു ചിത്രത്തെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഒരു ഏകത്വത്തെയും മഹത്വത്തെയും സംബന്ധിച്ച്, അവൻ്റെ ശക്തിയെ സംബന്ധിച്ച്, കഴിവുകളെ സംബന്ധിച്ച്, സിഫാത്തുകളെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ സമൂഹവുമായിട്ട് അവരുടെ വികലമായ ധാരണകളെ നികത്തുന്നതിന് വേണ്ടി, അബദ്ധങ്ങളായ ധാരണകളെ തിരുത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത്, സമൂഹവുമായി സംവദിക്കുക എന്നുള്ളത് വിശ്വാസികളായ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ അംഗങ്ങളുടെയും ബാധ്യതയാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഭരണകൂടവുമായിട്ട് സംവദിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വളരെ വളരെ ആർജവത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത്. ഭരണകൂടമാണ്, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് എതിരാകുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബത്തെയോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയോ ബാധിക്കുന്നില്ല. കാരണം ആദർശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകുന്നത്, അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി, തൻ്റെ റബ്ബിനെ സംബന്ധിച്ച്, റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ആശയവിനിമയം നടത്തിയ, തർക്കമുന്നയിച്ച ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് പ്രവാചകരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ആ ഭരണാധികാരിയുമായിട്ട് സംവദിക്കണം. അങ്ങനെ സംവദിച്ച് ഭരണാധികാരി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റബ്ബ് ആരാണ്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത്, റബ്ബിയല്ലദീ ഖാല ഇബ്രാഹിം റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന നാഥൻ, ആ പരാശക്തിയാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനെയാണ് ഞാൻ റബ്ബായിട്ട് അംഗീകരിക്കുന്നത്. അപ്പോൾ നമ്രൂദ് എന്ന ഭരണാധികാരി പറയുന്നത്, അന ഉഹ്യീ വ ഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമല്ലോ, പിന്നെ എന്നെ അംഗീകരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഞാനും ഈ പണി ചെയ്യുന്നവനാണ്. ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ മരിക്കണം,
എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, ഈ രാജ്യത്തുണ്ട്, ഞാൻ ഭരിക്കുന്ന ഈ പ്രദേശത്തുണ്ട്, അത് ഞാനാണ് തീരുമാനിക്കുക. അവിടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വളരെ സമന്വയത്തോട് വളരെ പക്വതയോട് കൂടിയിട്ടുള്ള സംഭാഷണമാണ് നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് കാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്. അങ്ങനെ നിങ്ങൾ റബ്ബാണ്, നിങ്ങൾ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അധികാരം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കിഴക്ക് നിന്ന് ഉദയം കൊള്ളുന്ന സൂര്യനെ നിങ്ങൾ പടിഞ്ഞാറിൽ നിന്ന് ഉദയത്തിന് വേണ്ടി കൊണ്ടുവരിക. ഇതേ ഭാഷ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു സുബ്ഹാനഹു, ഞാൻ വിശ്വസിക്കുന്ന നാഥൻ സൂര്യനോട് കിഴക്ക് നിന്ന് ഉദിക്കുവാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഉദിക്കട്ടെ. ഇങ്ങനെയുള്ള ആശയങ്ങൾ വളരെ താത്വികമായ തലങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ഗ്രേഡ് അനുസരിച്ച് ഓരോരുത്തരോടും സംസാരിക്കേണ്ട ശൈലി അനുസരിച്ച് ഭാഷ അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭരണകൂടത്തോടും ഭരണാധികാരികളുമൊക്കെ സംസാരിക്കുന്ന രംഗവും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തറാവീഹിനും അല്ലെങ്കിൽ പുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും റമളാനിനും ഖത്തം തീർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലിങ്ങനെ മുസ്ഹഫുകളിൽ നിറച്ചു വെച്ച ആശയങ്ങൾ മാത്രമല്ല, അതിലുപരിയായിട്ട് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ സമൂഹവുമായിട്ട് നമ്മുടെ ഭരണാധികാരികളുമായിട്ട് വളരെ വിവേകത്തോടു കൂടി തന്നെ ആശയവിനിമയം നടത്തേണ്ടത് എന്ന പാഠം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടതുണ്ട്. തൻ്റെ ഭാര്യയുമായിട്ടുള്ള സംഭാഷണം, അതൊക്കെയും ചരിത്രങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ രേഖപ്പെട്ട വിഷയങ്ങളാണ്. ഭാര്യയോട് പറയുന്നുണ്ടല്ലോ, ഹാജർ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി, ഞാൻ പോവുകയാണ്, എനിക്ക് കുറച്ചുകൂടി വെളിച്ചം കിട്ടേണ്ടതുണ്ട് അള്ളാഹുവിൽ നിന്ന്. എൻ്റെ ജീവിതത്തെ ഒന്നും കൂടി മെച്ചപ്പെടുത്തുവാനും ആ സന്ദേശം ജനങ്ങൾക്ക് പ്രസരണം ചെയ്യുന്നതിന് വേണ്ടി, വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എനിക്ക് വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയ പത്നി ഇവിടെ നിൽക്ക്. ഈ കഅബയുടെ പരിസരത്ത് അവരെ നിർത്തിയിട്ടുള്ള ആ സംഭാഷണമാണ് നടക്കുന്നത്. കാലത്ത്, അപ്പോൾ ആ പ്രിയ പത്നി ചോദിക്കുന്നത്, അല്ലാഹു അമറക ബിഹാദ, നിങ്ങളിങ്ങനെ പോകണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവാണോ, നമ്മൾ വിശ്വസിക്കുന്ന നാഥനാണോ കൽപ്പിച്ചത്? കാലനാം, അതെ, നമ്മൾ വിശ്വസിക്കുന്ന നാഥനാണ് ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. കാലത്ത് ഇദൻ ലാ യുളയ്യഉനല്ലാഹ്, അപ്പോൾ ആ പ്രിയ പത്നി പറയുന്നത്, ഹാജർ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്നാൽ അള്ളാഹു നമ്മെ കൈവിടുകയില്ല, കൈവിട്ട് കളയുകയില്ല, നമ്മുടെ ജീവിതം പാഴാവുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ശിരസ വഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ പിഞ്ചു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കാൻ തയ്യാറാണ്. ഹാജർ റളിയല്ലാഹു അൻഹയുടെ ആത്മവിശ്വാസം, അത് ആ സംഭാഷണത്തിലൂടെ ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കലായിരുന്നു യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തത് എന്നതും സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്താൻ സഹിച്ച ത്യാഗം, ആ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് അസ്സഫാ വൽ മർവ എന്ന് പറയുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട് ഈ സഫയെയും മർവയെയും അള്ളാഹു മാറ്റിയിട്ട് പാഠങ്ങളാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഓട്ടവുമാണോ? ഒരു കുഞ്ഞിനെ ഇസ്ലാമിക സംസ്കാരത്തിൽ, ഇസ്ലാമിൻ്റെ ആശയത്തിൽ, ഇസ്ലാമിക അള്ളാഹുവിൻ്റെ വർണ്ണം ചാർത്തിക്കൊണ്ട് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്ന പാഠത്തിന് സാക്ഷികളാണ് ഈ രണ്ട് കുന്നുകളും. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിലുള്ള ഓട്ടം, അതിനു വേണ്ടി അന്വേഷണം, ആ അന്വേഷണത്തിൽ പലതും നഷ്ടപ്പെട്ടു. വെള്ളത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയാണ് അന്ന് അവർ ഓടിയതെങ്കിൽ ഇന്ന് നമ്മുടെ മാതാക്കളും പിതാക്കളും കുടുംബവും ഓടേണ്ടതും മറ്റ് പലതിനും വേണ്ടിയിട്ടാണ്. പലതും അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പലതും നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ വർണ്ണം, അള്ളാഹുവിൻ്റെ രുചികൾ, ടേസ്റ്റുകൾ, വർണ്ണങ്ങൾ, ആ ആശയങ്ങൾ, അള്ളാഹുവിൻ്റെ ഏകത്വം, മഹത്വം, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നഷ്ടപ്പെട്ട സംഗതികളെ വീണ്ടെടുക്കാനുള്ള ഒരു താല്പര്യവും അതിനോടുള്ളൊരു മമതയും അഭിരുചിയും ഈ ഹജ്ജിലൂടെ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലൂടെ സ്വീകരിക്കേണ്ടതുണ്ട്.
ആ ത്യാഗത്തിന് നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ബഹുമതിയാണ്, പാരിതോഷികമാണ് സംസം എന്ന് പറയുന്നത്. ഒരു മാതാവ്, ആ മാതാവ് തൻ്റെ കുട്ടിയെ, തൻ്റെ സന്താനത്തെ വളർത്താൻ കാണിച്ച ത്യാഗം, ആ അന്വേഷണം, അധ്വാനം, അതിൻ്റെ ബഹുമതിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പാരിതോഷികമാണ് സംസം എന്ന് പറയുന്ന ആ നീരുറവ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യർഹമുല്ലാഹു ഉമ്മ ഇസ്മായിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിൻ്റെ മാതാവിനെ അനുഗ്രഹിക്കട്ടെ. ലൗ തറക്കത്ത് സംസം, സംസം എന്ന പദം അവർ പ്രയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഔ ഖാല, അല്ലെങ്കിൽ ലൗലം തഗ്രിഫ് മിനൽ മായി, അതിൽ നിന്ന് അല്പം വെള്ളം അവർ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ലകാനത്ത് സംസം ഐനൻ മഈനൻ, ആ സംസം ഒരു അരുവിയായിട്ട് നൈൽ നദി പോലെ എന്നേക്കുമായിട്ട് ഒഴുകുമായിരുന്നു. പക്ഷേ ബഹുമതി എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ഹാജർ റളിയല്ലാഹു അൻഹ സംസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തടുത്തു നിർത്തിയത്. അരുത്, നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ ബഹുമതിയായിരുന്നു. അത് ഈ ത്യാഗത്തിന് അള്ളാഹു നൽകിയ സമ്മാനമാണ്. ആ ത്യാഗ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ മക്കളെ വളർത്തുമ്പോഴും. മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്ന ഈ ചരിത്രത്തിലൂടെ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരാശയം, ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ ശിക്ഷണ ശീലനങ്ങളിലൂടെ സന്താനങ്ങളെ വളർത്തുമ്പോഴാണ് ആ കുടുംബത്തിൽ സംസം ഉണ്ടാവുക, ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവുക, ആ കുടുംബങ്ങളിൽ റഹ്മത്തുണ്ടാവുക. ഇതില്ലാത്ത ധാരാളം കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. സമൂഹ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ ദിനേന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ തിക്താനുഭവങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ സജീവമായി നിലനിൽക്കുന്നു. ഈ ബഹുമതി നേടലും കൂടി ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും, പ്രത്യേകിച്ച് വിശിഷ്യ ഹാജർ റളിയല്ലാഹു അൻഹയെ പ്രതിനിധാനം ചെയ്യുന്ന മാതാവിൻ്റെ ധർമ്മമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി നൽകുന്ന പാഠങ്ങളാണ്. പിന്നീട് മകനുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ബലിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പിന്നീട് പ്രാർത്ഥനാ മനസ്സാണ്. ഈ പ്രാർത്ഥനാ മനസ്സിൽ അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉദ് ദുആ. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട മറ്റൊരു പാഠവും അവസാനത്തതുമായ പാഠം അതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളായ ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നു എന്ന ആ അഭിമാനത്തോടു കൂടി തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അള്ളാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണമേ. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതുമായിട്ടുള്ള അതിൻ്റെ പ്രസക്തിയും ദൈനംദിന ജീവിതത്തിൽ അത് വരുത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുൽഹിജ്ജ മാസം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം സർവോപരി ഹജ്ജ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അവിടെയും പോയി നമസ്കരിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ. അതൊക്കെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും കൂടി ഈ നമസ്കരിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തണമെന്നാഥ. റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വീണ്ടും പ്രാർത്ഥന തുടരുകയാണ്. അല്ലാഹു, എനിക്ക് നീ പുറത്തു താ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്ക്, സർവോപരി വിശ്വാസികൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്ക്. യൗമ യഖൂമുൽ ഹിസാബ്, അന്തിമ വിചാരണ നടക്കുന്ന സമയത്ത് പുറത്തു കൊടുക്കണം. റബ്ബി ഹബ്ലി ഹിക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, എനിക്ക് വിജ്ഞാനം നൽക്, എനിക്ക് വൈജ്ഞാനികമായിട്ടുള്ള ഉറവുകൾ നൽക്, എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിൽ അവസാനമായിട്ട് റബ്ബി ജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ, ജന്നത്തുൻ നഈമിൽ എന്നെ നീ പ്രവേശിക്കണമേ. ഈ പ്രാർത്ഥന മനസ്സുകൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്.
ഇതൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് സംഗതി, വളരെ കാലാവസ്ഥ ഒക്കെ പ്രതികൂലമാകുന്ന സന്ദർഭത്തിലൊക്കെയുള്ള പ്രാർത്ഥനകൾ, അതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ ശക്തമാകുമ്പോൾ അള്ളാഹുൻ റസൂൽ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, അള്ളാഹുവെ ഈ മഴയെ ഞങ്ങളുടെ മേൽ നീ ധാരാളമായിട്ട് കെടുതി ഉണ്ടാക്കുന്ന രൂപത്തിൽ വർഷിപ്പിക്കല്ലേ. നീ വർഷിപ്പിക്കേണ്ടത് ആ പുൽമേടുകളിലും കുന്നുകളിലും മലഞ്ചെരുവുകളിലുമൊക്കെയാണ്. ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ അതിനെ നീ വർഷിപ്പിക്കണമേ എന്ന രൂപത്തിൽ അല്ലാഹുമ്മ അലല്ലാക്കാം വല്ലിറാബ് വ മനാബിത്ത ഷജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നീണ്ട പ്രാർത്ഥന നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശം മേഘാവൃതമാകുന്ന സന്ദർഭത്തിൽ, ഇതുപോലെയുള്ള ഇരുണ്ട കാലാവസ്ഥ നിൽക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഗയ്യറ വജ്ഹുഹു, നബിയുടെ മുഖമാകെ വിവർണമായിരുന്നു, ആകെ പ്രയാസവും നിരാശയും. വദഖല വഖറജ അഖ്ബല വ അദ്ബറ, വീട്ടിനുള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് കടക്കും, അകത്തേക്ക് വരും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, മുന്നിലേക്കും പിന്നിലേക്കുമൊക്കെ നടന്ന് എന്തോ ഒരു വേവലാതി ഇങ്ങനെ കാണിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എന്താണ് നിങ്ങൾ ഈ മഹീലത്ത് കാണുമ്പോൾ, ആകാശം മേഘാവൃതമാകുമ്പോഴേക്ക് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇത് പല മുൻ കഴിഞ്ഞ തലമുറകളെയും ഇത്തരത്തിലുള്ള പ്രതികൂലമായ കാലാവസ്ഥകൾ, കാറ്റും മഴയും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ തെറ്റുകൾ കാരണം ഈ സമൂഹത്തെയും ഇതുപോലെ നശിപ്പിക്കുകയില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്ന രൂപത്തിൽ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന എന്നുള്ള പ്രാർത്ഥന സാന്ദർഭികമായിട്ട് ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ ധാരാളം ഉരുവിടേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.